ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബീഫ് വരട്ടിയതുമായിട്ടാണ്. അങ്കമാലി സ്റ്റൈലിലാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും ഉറപ്പായിട്ട് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യണേ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എനിക്ക് ഒരുപാട് എരിവ് വേണ്ട. മഞ്ഞൾപ്പൊടി ഒരു നുള്ളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ കുറച്ച് ഗരം മസാല എടുത്തിട്ടുണ്ട്. പിന്നെ ബീഫ് മസാല കുറച്ച് അധികം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ കൈയളവാണ് കേട്ടോ. ഞാനൊരു 300 ഗ്രാം ബീഫാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനിതൊരു കൈയളവിന് എടുക്കുന്നത്. പിന്നെ ചില്ലി ഫ്ലെക്സാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്തേക്ക് ഒരു 5-6 കുരുമുളക് വേണം. നമുക്കതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒത്തിരി അങ്ങ് പൊടിഞ്ഞ് പോകണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഞാൻ അതുപോലെ ഇത് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കുരുമുളക് ഇതുപോലെ ക്രഷ് ചെയ്തിടുമ്പോൾ ഒരു കൊഴുപ്പ് കിട്ടും ബീഫിന്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തത്. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്തു. ഒന്ന് പാനിലിട്ടിട്ട് മസാലകളൊക്കെ ഒന്ന് ചൂടാക്കി കൊടുത്തു. അങ്ങനെ ചൂടാക്കുമ്പോൾ മസാലകളിൽ നിന്നൊക്കെ ഒരു നല്ലൊരു സ്മെല്ല് നിങ്ങൾക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 300 ഗ്രാം ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ നേരത്തെ പല പ്രാവശ്യമായിട്ട് മേടിച്ച സമയത്ത് ഇച്ചിരി എടുത്ത് മാറ്റി വെച്ചൊരു ബീഫിൻ്റെ കഷ്ണങ്ങളാണ്. എല്ലില്ലാണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനകത്തേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഒന്ന് ഇടിച്ച് ചേർക്കണേ. അപ്പോൾ ഐഷു എന്നെ സഹായിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അവളിവിടെയൊക്കെ ഒന്ന് തിരിഞ്ഞും കളഞ്ഞും നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ മസാലയിലിട്ടാണ് ഇഞ്ചിയും വെളുത്തുള്ളി ഇടിച്ചത് ചേർക്കുന്നത്. അതൊന്ന് തിരുമ്മി കൊടുത്തതിന് ശേഷം വേണം നമ്മുടെ ബീഫ് ഇതിനകത്തേക്കൊന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഇതിനകത്ത് തിരുമ്മി പിടിപ്പിക്കാൻ. എന്നാൽ മാത്രമാണ് ബീഫിനകത്തേക്ക് നന്നായിട്ട് മസാല പിടിക്കത്തുള്ളൂ. ഞാൻ ആദ്യം ഒന്ന് സ്പൂൺ വെച്ച് തിരുമ്മി പിടിപ്പിക്കാൻ നോക്കി, പക്ഷേ അതത്ര എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞാൻ ആ സ്പൂൺ അങ്ങ് മാറ്റി വെച്ചും കൈ വെച്ച് നന്നായിട്ട് ഞെരടി പിടിപ്പിക്കുകയാണ് ചെയ്തത്. എപ്പോഴും കൈ വെച്ച് ഇങ്ങനെ നന്നായിട്ട് ഉടച്ചുടച്ച് ചേർക്കുന്നത് നല്ലതാണ്. എന്നാൽ മാത്രമാണ് ബീഫിനകത്ത് ഏതൊരു ഇറച്ചിയാണല്ലോ അതിനകത്തോട്ട് മസാല പിടിക്കത്തുള്ളൂ. ഒരു 20 മിനിറ്റിന് ശേഷം നമുക്ക് കുക്കറിലിട്ടൊരു 8 വിസിലോളം അടുപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ എത്രയാണോ ബീഫ് എടുത്തിട്ടുള്ളത് അത്രയും തന്നെ വെള്ളമാണ് ഞാനകത്ത് ചേർക്കുന്നത്. ആ പാത്രത്തിൽ അത്രയും തന്നെ വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അതിനകത്തൊരു 8 വിസിലും കൂടി അടിച്ചു കഴിഞ്ഞാൽ റെഡിയാവും. ഞാനകത്തേക്ക് ഒരു പച്ചവെള്ളം കൂടി ചെത്തിയിടുന്നുണ്ട് കേട്ടോ. ഒത്തിരി എരിവ് എനിക്ക് വേണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അപ്പോൾ അതിനകത്തേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൊണ്ട് നന്നാക്കി വെച്ചിരിക്കുകയാണ്. ഉള്ളി എന്ന് പറഞ്ഞാൽ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനകത്തേക്ക് കൊപ്രയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കൊപ്രയ്ക്ക് എടുക്കത്തില്ലയോ, അതിൻ്റെ ഒരു തേങ്ങയുടെ ഒരു കഷ്ണമാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൊണ്ട് ഇട്ട് കൊടുത്തു. അത് നന്നായി മുരിഞ്ഞതിന് ശേഷം നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും കൂടി ചേർത്ത് നന്നായിട്ട് വരട്ടി കൊടുക്കുക. അതിനകത്ത് ആ വെള്ളമയൊക്കെ ഒന്ന് പോയി ശരിക്കും ഒരു ബ്രൗൺ കളറാവണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടുക. വെളിച്ചെണ്ണ കിടന്ന് ഇതങ്ങ് മൊരിഞ്ഞ് വരുന്നതിൻ്റെ ഒരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റ്. ഇപ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ബീഫ് ഇട്ടില്ലെങ്കിൽ പോലും ബീഫിൻ്റെ ഒരു മണമാണ് കേട്ടോ ഇപ്പോൾ ഇതിനകത്തുനിന്ന് വരുന്നത്. അതിനകത്തേക്ക് ഞാൻ കുറച്ച് ബീഫ് മസാലയും കൂടി ചേർത്ത് കൊടുത്തു. ഒത്തിരി ഒന്നും ചേർക്കണ്ട, ഞാനൊരു 1/2 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളൂ. ഈ മസാലയിലും കൂടി ഒന്ന് പെരളാൻ വേണ്ടി മാത്രം. അതൊന്ന് മൂത്ത് കിട്ടണം. അതിനുശേഷം ഞാൻ ബീഫും അതിനകത്ത് കുറച്ച് വെള്ളം കൂടി ഉണ്ടായിരുന്നു ബീഫ് അടിച്ചതിന് ശേഷം. അപ്പോൾ ആ വെള്ളം കൂടി ഒന്ന് മാറ്റി കൊടുക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ആ വെള്ളം. ബീഫ് മാത്രം ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചിക്കി കൊടുക്കുകയാണേ. അതിനകത്തുള്ള വാട്ടർ കണ്ടൻറ്റ് എല്ലാം പോകണം. അതുപോലെ തന്നെ ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് വെന്ത ഈ മസാലയും കൂടി ബീഫിലോട്ട് പിടിക്കണം. അതിനുശേഷം കുറേച്ച് ഞാൻ ആ സ്റ്റോക്ക് വാട്ടറും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. കുറേച്ച് ചേർത്ത് വേണം വറ്റിച്ചെടുക്കാൻ.
നന്നായി വറ്റി കിട്ടണം. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ വറ്റി, അതുപോലെ എല്ലാം മസാലകളും എല്ലാം പിടിച്ച് വെള്ളമെല്ലാം വറ്റി നമ്മുടെ ബീഫ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിക്കാം. ചൂടോടെ തന്നെ കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ കൊപ്രയുടെയൊക്കെ സ്വാദ് നല്ലതായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ എരിവ് ഞാൻ ഒരുപാട് ഇട്ടിട്ടില്ല. എരിവ് ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ആ ഒരു ബീഫിൻ്റെ ടേസ്റ്റ് നമ്മുടെ നാവിൽ കിട്ടത്തില്ല. ഇപ്പോൾ നല്ലൊരു ടേസ്റ്റിലാണ് ഉള്ളത്. ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാം. എനിക്ക് കുട്ടിയുള്ളതുകൊണ്ടാണ് ഞാൻ എരിവ് അധികം ഇടാഞ്ഞത്. നിങ്ങൾക്ക് ഇനി എരിവ് വേണമെങ്കിൽ മുളകിൻ്റെ അളവങ്ങ് കൂട്ടിയാൽ മതി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ആക്കി കൊടുക്കണം. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോ